ക്രോണിക്കിൾസ് ഓഫ് ഫോറിൻ്റെ ഓഫ് ഗാങ് സംഭവം നാലര സംഘം. സംവിധായകൻ കൃഷ്ണൻ നമ്മുടെ കൂടെയുണ്ട്. കൃഷ്ണൻ വെൽക്കം. നമസ്കാരം. നമസ്കാരം. കൃഷ്ണൻ, ഒരു തരം ഹരം ഉണ്ടായിരുന്നു ഇത് വാച്ച് ചെയ്യുമ്പോൾ ത്രൂ ഔട്ട്. വിഷ്വൽസിന്റെ ഒരു ബ്യൂട്ടി ഒരു നമ്മുടെ ആനിമേഷനൊക്കെ കാണുന്ന പോലത്തെ സംഭവങ്ങൾ ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്, അറ്റ് ദ സെയിം ടൈം ക്യാരക്ടേഴ്സിന്റെ ഒരുപാട് ക്രൗഡ്. ഞാൻ ഇതിന്റെ മേക്കിങ്ങിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പലപ്പോഴും. ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ആ ഒരു വാവ് ഫാക്ടർ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് വാസ് വെരി എക്സൈറ്റിംഗ്. പക്ഷെ ഞാൻ പറഞ്ഞത് ലാസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് സ്റ്റോറി എൻഡ് ചെയ്ത പോലെ പിന്നെ ഇനി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിരുന്നു. സോ ജനറലി എങ്ങനെയായിരുന്നു ഫീഡ്ബാക്ക് ഒക്കെ? ജനറലി എനിക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. ഈ ലാസ്റ്റ് എപ്പിസോഡിനെ സംബന്ധിച്ച് ഇറ്റ് ഈസ് കമ്മീഷൻഡ് ആസ് എ 2 സീസൺ സീരീസ് തന്നെ. അപ്പം അങ്ങനെയാണ് ആദ്യം സംസാരിച്ചത്. അപ്പം സെക്കൻഡ് സീസണിലുണ്ട്. നമ്മളിപ്പോൾ 2008 വരെയുള്ള കഥയെ പറഞ്ഞിട്ടുള്ളൂ. മൈത്രനെ കാണാറ്റുന്ന 18-ലാണ്. അപ്പം അതിൻ്റെ ഇടയിൽ എസ് ഐ സുരേഷിനെ കൊന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഉണ്ണി MLA ആയതിനെ കുറിച്ചും പറയുന്ന പല കാര്യങ്ങൾ നമ്മളിങ്ങനെ ലെഫ്റ്റ് ഇറ്റ്. അപ്പം അതെല്ലാം ഇൻ കേസ് ദി പ്ലാറ്റ്ഫോം ആസ് ഫോർ സീസൺ 2 നമ്മുടെ മെറ്റീരിയൽസ് ഉണ്ട്. അതുപോലെ തന്നെ പുതിയ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ബഞ്ച് ഓഫ് ക്യാരക്ടേഴ്സിനെ കാസ്റ്റ് ചെയ്തിട്ടില്ല. അത് പുതിയ ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നെ അങ്ങനെ ഡീറ്റെയിൽഡ് സാധനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സീസൺ 2 ഒരു പോയിന്റ് വെച്ചങ്ങ് നിൽക്കുകയാണ്. ദ ഫീഡ്ബാക്ക് ഹാസ് ബീൻ ഗുഡ്. ദെയർ ആർ ഓൾസോ ഫ്യൂ നോട്ട് സോ ഗുഡ് ഫീഡ്ബാക്സ് ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ഉണ്ടാക്കാനുള്ള ഒരു ടാലന്റിലോട്ട് ഞാൻ എത്തിയിട്ടില്ല. അത് അവരെയും കൂടെ അടുത്തതിലെങ്ങാനും പിടിക്കാം നമുക്ക്. അല്ല, അങ്ങനെ വരുമ്പോഴേ ഞാൻ ഇതിന്റെ ഒരു ഓഫ്കോഴ്സ് കൃഷ്ണന്റെ എല്ലാ ഫിലിമിലും നമുക്ക് എക്സൈറ്റ്മെന്റ് തോന്നിയിട്ടുള്ള ഒരു ഫ്രഷ്നെസ് ആണ്. ഇറ്റ്സ് ലൈക്ക് എ ജെനുവിൻ ന്യൂ ഐഡിയ, ഫണ്ടമെന്റൽ തോട്ട് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സാധനം എല്ലാത്തിലും ഉണ്ട്. സോ ലൈക്ക് ഇതിന്റെ അകത്തും ആ ഒരു അതാണ് നമുക്കൊരു റിപ്പിറ്റേഷൻ തോന്നാത്ത രീതിയിലുള്ള കുറെ, ഈവൻ ദ കാസ്റ്റ് ഓൾസോ. ഈ 4 സംഘത്തിന്റെ തോട്ട് എവിടുന്നാ വരുന്നത്? അത് 4 സംഘത്തിന്റെ തോട്ട് എനിക്ക് ഈ കമ്മിങ് ഓഫ് ഏജ് ഡ്രാമ, കമ്മിങ് ഓഫ് ഏജ് ഗാങ്സ്റ്റർ സ്റ്റോറീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സാധനം എൻ്റെ ചുറ്റുവട്ടത്ത്, ഞാൻ ഇപ്പോൾ അതേപോലത്തെ 2 സ്പേസുകളിലൊക്കെ താമസിച്ചിട്ടുണ്ട്. ഒരുപാട് കൊല്ലം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പല കൂട്ടുകാരും ചേട്ടന്മാരും ഒക്കെ ചെയ്യുന്ന പരിപാടികൾ തന്നെയാണ് ഇതിലോട്ടും അഡാപ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്ന മീഡിയത്തിൽ ഒരു ഇച്ചിരി അതിനെക്കുറിച്ച് കോൺഫിഡൻസ് കൺട്രോളൊക്കെ വന്നപ്പോഴത്തേക്കും ആ സ്റ്റോറീസ് പറയാൻ പറ്റുമെന്ന് വിചാരിച്ചു. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഐ എം ലുക്കിംഗ് അറ്റ് ഇറ്റ് ഫ്രം ഇൻസൈഡ് ടുവേർഡ്സ് ഔട്ട്സൈഡ്. അപ്പം ഹ്യൂമറാണ് ഏറ്റവും ഈസിയസ്റ്റ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കാരണം ഞാൻ അതുപോലത്തെ ഒരാളായതുകൊണ്ട് ചിലപ്പം അങ്ങനെ കളിയാക്കൽ വരത്തില്ല. അതിനെ കുറച്ചുകൂടെ എംപത്തറ്റിക് ആയിട്ടും കുറച്ചുകൂടെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടും ഒക്കെ കാണാൻ പറ്റണമായിരിക്കും. അങ്ങനെ വിചാരിച്ചു. പിന്നെ രണ്ടാമത് 4.5 എന്ന് പറയുന്ന സാധനം, ഞാൻ കൊച്ചിയിൽ ഒരു 16 കമ്പനി ഉണ്ട്, അങ്ങനെ ഒരു 8.5 അങ്ങനെയൊക്കെ ഉണ്ട്. അതിൽ ഒരു ഹാൻഡിക്യാപ്പ് അങ്ങനെയൊക്കെ പേരുകൾ ഉണ്ട്. അപ്പം 2.5 മെൻ എന്ന് പറയുന്നൊരു സീരീസ് ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതിലാണ് ആലോചിച്ചത്. പിന്നെ എനിക്ക് തോന്നുന്നത് മൂങ്ങയുടെ കാസ്റ്റിങ് ആദ്യം ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ പോപ്പുലർ ആയ സമയമല്ലേ. അപ്പോൾ ആ ഒരു ഹൈറ്റിലുള്ള ഒരാൾ കിഡ്ലായിട്ട് കാസ്റ്റ് ചെയ്യണമെന്നൊക്കെ ഐഡിയ വന്നത് അങ്ങനെ ആയിരിക്കും. എനിക്ക് ഉറപ്പില്ല. ലൈക്ക് വെൻ ഐ ട്രേസ് ഇറ്റ് ബാക്ക് മേ ബി അങ്ങനെ ആയിരിക്കും. കാരണം എനിക്ക് തോന്നുന്നു 2010, 11, 12 ആ സമയത്തൊക്കെയാണ് ഈ GOT ഒക്കെ വന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇത് വന്നിരിക്കുന്നത്. ദാറ്റ് ഇസ് ഹൗ. കാസ്റ്റിങ്ങിൽ സഞ്ജു ഞാനും കൂടെ വർക്ക് ചെയ്തു. സഞ്ജു ഇത് പിച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തായിരുന്നു. പിന്നെ ശംഭു ഞാനും കൂടെ ക്രയവിക്രയിൽ വർക്ക് ചെയ്തു. അപ്പോൾ ഐ ഫൗണ്ട് ഹിം എ വെരി ഇൻട്രസ്റ്റിംഗ് ആർട്ടിസ്റ്റ്. നിരഞ്ജ് എൻ്റെ DOPയിലൂടെ വർക്ക് ചെയ്തു. അപ്പം നിരഞ്ജ് ടാലൻ്റ് ആണെന്ന് എൻ്റെ DOP പറഞ്ഞു. അപ്പോൾ ഞാനത് കുറച്ച് ട്രസ്റ്റ് ചെയ്തു. വിഷ്ണു പറഞ്ഞ് ട്രസ്റ്റ് ചെയ്തു. ആൻഡ് എൻഡഡ് അപ്പ് ബീങ് എ വെരി ഫ്രൂട്ട്ഫുൾ ഇത്. കാരണം വി ഡിഡ് മസ്തിഷ്ക വൺ ടുഗദർ വിത്ത് നിരഞ്ജ് ആസ് ദ ലീഡ് ആക്ടർ. പിന്നെ ഉള്ളത് ശ്രീനാഥാണ്. ശ്രീനാഥ് ഇസ് എ ലോങ് ടേം കൊളാബറേറ്റർ, ഓൾസോ മൈ അസോസിയേറ്റ് ഡയറക്ടർ. സച്ചിനെ നമ്മൾ റിക്രൂട്ട് ചെയ്തെടുത്ത, ലൈക്ക് സച്ചിൻ ഹാഡ് എൻ ഓഡിഷൻ ത്രൂ പടവീടൻ്റെ ജോക്കർ സ്റ്റോറീസ് വഴി ഒരു ഓഡിഷൻ ഉണ്ട്. ഭയങ്കര ക്വിക്കായിട്ടുള്ള മൂവ്മെന്റ്സും ആക്ഷൻ ആണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സംഭവങ്ങൾ. പ്രത്യേകിച്ച് ആ ഹക്കീം ഷായുടെ ക്യാരക്ടറിന് ആ ഒരു സംഭവം ചിലപ്പോൾ കാണാത്ത ആളുകൾ കണ്ടിട്ടില്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ ആ ഡീറ്റെയിൽ പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ടൊരു ഫ്ലെയിങ് ഒരു സംഭവം ഉണ്ട്, ഭയങ്കര രസമുണ്ട് ആ ഷോർട്സ് ഒക്കെ. സോ ഹൗ വാസ് ദിസ് റെസനേറ്റിംഗ് ടു വാട്ട് യു ഹാഡ് ഇൻ യുവർ മൈൻഡ്? എനിക്ക് തോന്നുന്നു എനിക്ക് ഹക്കീമിൻ്റെ ആ ഒരു ഏരിയയൊക്കെ
എനിക്കൊരു 80% ഓഫ് വാട്ട് ഐ ഹാഡ് ഇൻ മൈൻഡ് ഓൾമോസ്റ്റ് ക്ലീൻലി കിട്ടി. ആ വീടിൻ്റെ ഒരു ഇതൊക്കെ വെച്ചിട്ടും എനിക്ക് കുറച്ചുകൂടെ വീടിൻ്റെ ബാക്കും ഫ്രണ്ടും ഒക്കെ ആയിരുന്നു എൻ്റെ മൈൻഡിൽ. പക്ഷെ അങ്ങനത്തെ ഒരു ലൊക്കേഷൻ എനിക്ക് കിട്ടിയില്ല. എനിക്ക് ആകെ ആ വീടിന് ഒരു ലൊക്കേഷൻ ഓപ്ഷൻ മാത്രമേ എൻ്റെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് കിട്ടിയുള്ളൂ. അത് നമ്മൾ ഓക്കെ പറഞ്ഞു. അത് സീരിയലൊക്കെ തിരുവനന്തപുരത്ത് സ്ഥിരം എടുക്കുന്ന ഒരു ഇതാണ്. കാരണം ഞാൻ വിചാരിച്ചു ലൈക്ക് ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ലൊക്കേഷൻ ടീം നമുക്ക് തരുന്ന സാധനങ്ങൾ പിന്നെ കൂടുതൽ ഓപ്ഷൻസ് ഒന്നും ചോദിക്കാൻ പറ്റാതായിപ്പോയി. അപ്പോൾ ഞാൻ പിന്നെ അത് കൂടുതൽ അതിലൊന്നും ഇപ്പോൾ ആ സ്പേസിൽ വെച്ചിട്ട് പിന്നെ ഇതിനെ റീഡിസൈൻ ചെയ്തു. ഈ ഒരു ആക്ട് റീഡിസൈൻ ചെയ്തു. ഞാൻ ആയിട്ട് പറയുന്നത് സച്ചിൻ ഇസ് എ ഡാൻസർ. സച്ചിൻ ഇസ് ഓൾസോ സ്റ്റൺസ് കുറേ ചെയ്യും. റോളർ ബ്ലേഡ്സ് ഒക്കെ വെച്ചിട്ട് സ്റ്റൺസ് കുറേ ചെയ്യും. ഈ ഈസ് ഓൾസോ നിഞ്ചാക്കൊക്കെ വെച്ച് കുറേ പരിപാടികൾ ചെയ്യുന്നത്. ഇപ്പം ഈ ഹാസ് പ്ലേഡ് എ വെരി ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ മസ്തിഷ്കം ഓൾസോ. എന്ന് വെച്ചാൽ കുറച്ചൊരു ഫൈറ്റുള്ള ഒരു കിള്ളൻ ക്യാരക്ടറൊക്കെയാണ് മസ്തിഷ്കം ചെയ്യുന്നത്. അപ്പം അയാൾ ആൻഡ് ഓൾസോ വെരി സ്വീറ്റ് ഗായ് കേട്ടോ. ലൈക്ക് നമ്മൾ അപ്പോൾ അതുകൊണ്ട് പലതും ഇത് ചേട്ടാ എനിക്ക് സ്കൂട്ടർ ഇങ്ങനെ കറക്കാൻ അറിയാം, ഞാൻ സ്കൂട്ടർ എടുക്കാൻ നേരത്തെ ഇങ്ങനെ കറക്കി എടുത്തോട്ടെ എന്ന് ആദ്യമേ ചോദിച്ചു. ലൈക്ക് കിടക്കുമ്പോൾ എനിക്ക് അറിയാനുള്ള സ്കില്ലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് രണ്ടൊന്ന് റീൽ അയച്ചിരുന്നു വേറെ ഈസ് ഡൂയിങ് ദ. അപ്പോൾ ഞാൻ പറഞ്ഞ സീനിൽ കൈൻറ്റി ഹോണ്ടാണ്. കൈൻറ്റി ഹോണ്ട ഒരു പഴയ വണ്ടി ആണ്. അത് റീഫർബിഷ് ചെയ്ത് പറ്റുമെന്ന് പറഞ്ഞ് ഒരു പ്രാവശ്യം കാണിച്ചു. പിന്നെ നമ്മൾ ഷോട്ടിലെടുത്തു. I love my marijuana. I love it, I love it, love it, I do. I love my marijuana. I got the vape, I got the bone. Pipe for someone in. Take a hit and watch her smoke dance. And watch it dance for you. True, true. Again, when he plays that power, അയാളെക്കാൾ 3 times heavy ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് അവർ പവർ പ്ലേ ചെയ്യുന്നതൊക്കെ he did very brilliant. He is brilliant. He is a wonderful actor. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഒരു ആക്ടിങ്ങിനുള്ള ഒരു ബ്രെയിൻ പരിപാടിയൊക്കെ പുള്ളിയുടെ ഭയങ്കര രസമാണ്. ആൻഡ് ഓൾസോ ക്വിക്ക് ലേണർ ഒക്കെയാണ്, ലൈക്ക് ഫാസ്റ്റ് ലേണർ. കമ്മിങ് ബാക്ക് ടു ദിസ് എക്സൈറ്റ്മെന്റ് ഇൻ ദ വിഷ്വൽ, കാറിന്റെ ഇതുള്ളതിൽ ബാക്ക്ഡ്രോപ്പ് ചെയ്ത് ബാക്ക്ഡ്രോപ്പിൽ പല സ്ഥലത്തും ആ ഒരു ലൈറ്റിംഗ് നിങ്ങൾ ഭയങ്കര ബ്രില്യന്റ് ആയിട്ട് നല്ല ഇൻട്രസ്റ്റീവ് ആയിട്ട് ആനിമേഷൻസിലൊക്കെ കാണുന്ന പോലത്തെ പല സംഭവങ്ങളുണ്ട്. അതുപോലെ ക്രൗഡ്, ഒരുവിധം ഫ്രെയിംസിൽ നല്ല ക്രൗഡും ഉണ്ട്. സോ ഈച്ച് എപ്പിസോഡ് ആസ് എ തീം, അത് നിങ്ങൾ മാത്രം ഇത് ചോദിക്കൂട്ടോ, വേറെ ആരും ചോദിക്കുന്നില്ല. അത് ഓരോ എപ്പിസോഡിന് ഓരോ തീമുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് എപ്പിസോഡിന്റെ തീം നൊസ്റ്റാൾജിയ ആണ്. അപ്പൊ അത് കാരണം പല എലിമെന്റ്സുകളും വരും. സിപ്പപ്പ് വരും, തടിപ്പാല മരിക്കുട്ടനും സംഘവും. ആ സമയത്ത് പാളയത്ത് കന്നിമേറ മാർക്കറ്റ് വരും, അതുപോലെ സ്കൂൾ വരും, ടിഫിൻ ബോക്സ് വരും, നെയിം സ്ലിപ്സ് വരും. അപ്പം അങ്ങനെ ഓരോ എപ്പിസോഡിന് നമ്മൾ ഓരോ തീംസ് വെച്ചിട്ടാണ് വർക്ക് ചെയ്തേക്കുന്നത്. അപ്പം 6th എപ്പിസോഡിന്റെ തീം തന്നെ ക്രൗഡാണ്. കാരണം 6th എപ്പിസോഡ് എത്തുമ്പോഴത്തേക്ക് ഒരു പ്രോപ്പർ ഗാങ്സ്റ്റർ ഫോർമാറ്റിലോട്ട് എത്തും. ഒരു 5th എപ്പിസോഡിൽ തൊട്ടാണ് ഇതൊരു ക്ലീൻ ഗാങ്സ്റ്റർ പരിപാടി ആവുന്നത്. അതുവരെ ഇതൊരു കുറച്ചുകൂടെയൊക്കെ ഒരു ഫാൻസി ഗാങ്സ്റ്റർ സോണിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് നേരെ 6th ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ഗ്രിറ്റി ഗാങ്സ്റ്റർ, മോർ ഹാൻഡിൽ ഷോട്ട്സ്, മോർ ഇംപ്രോംപ്റ്റു ആക്ഷൻസ്, ഓൾസോ ക്യാരക്ടേഴ്സ് ആർ മോർ റൂട്ടഡ് ആൻഡ് മോർ റിയൽ. പിന്നെ എനിക്ക് ആ എപ്പിസോഡ് ആയപ്പോഴത്തേക്ക് എൻ്റെ കോസ്റ്റ്യൂം ഡിസൈനർ മാറി. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ കോസ്റ്റ്യൂംസും കിട്ടി ആക്ച്വലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ കളർ സ്കീംസ് കൊടുത്തതിനുള്ള ഒരു ഗ്രേസും ലിറ്റിൽ ബ്ലൂസും ഒക്കെ. അപ്പോൾ വിഷ്ണുവിൻ്റെ വിഷൻ, എൻ്റെ DOPയുടെ വിഷനും കൂടെ ഉണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ അയാൾ പറഞ്ഞ സാധനം തന്നെ വെച്ചാൽ നമുക്ക് അതിൽ കൂടുതൽ എത്താൻ പറ്റി. അപ്പോൾ അത് എത്തിയപ്പോഴത്തേക്കും ഈ കെയോസ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് എല്ലാ എപ്പിസോഡ് കഴിയുമ്പോഴത്തേക്ക്. ഇപ്പം 2008 എത്തിയപ്പോഴത്തേക്ക് നമ്മൾ ആ കെയോസിൽ വന്ന് ലാൻഡ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ 2012 വരുന്നുണ്ട്, 14 വരുന്നുണ്ട്, 16 വരുന്നുണ്ട്. അതിലേക്ക് കെയോസ് മാഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് എപ്പിസോഡിൻ്റെ ആദ്യത്തെ ഒരു 25 മിനിറ്റ്സ് പോലെ ഇരിക്കും എല്ലാ എപ്പിസോഡും. അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോപ്പർ ഗാങ്സ്റ്ററിലോട്ട് എത്താൻ വേണ്ടി സമയമെടുത്തു. അപ്പോൾ അതിന് ഈ റിയാലിറ്റി ക്രൗഡും, ഇത് ക്രൗഡായിരുന്നു ആ എപ്പിസോഡിന്റെ തീം. സോ യു സി ക്രൗഡ് നോട്ട് ജസ്റ്റ് വിത്ത് പീപ്പിൾ ബട്ട് ഓൾസോ വിത്ത് ഒബ്ജക്ട്സ്, ബട്ട് ഓൾസോ വിത്ത് റിപ്പീറ്റിംഗ് എലിമെന്റ്സ്, ബട്ട് ഓൾസോ വിത്ത് ഷോർട്സ്, ഓൾസോ വിത്ത് ഫ്ലവേഴ്സ്. എല്ലാം ഇങ്ങനെ റിപ്പീറ്റിംഗ് സാധനങ്ങൾ നിറയായിരിക്കും. അങ്ങനെ തീമാറ്റിക് ആയിട്ടാണ് അതിലെത്തിയേക്കുന്നത്. താങ്ക്സ് മാൻ. I will definitely watch it once again because very interesting things are there. ഇതിൻ്റെ അകത്ത് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് അസാധ്യ ഫിലിം മേക്കിംഗ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. എന്ന് വെച്ചാൽ അസാധ്യം എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് സാധ്യമല്ലാത്തതാണ്, അല്ലാതെ ഞാനൊരു അതിശയോക്തി തരില്ല. ലൈക്ക് ഇറ്റ് ഇസ് ലിറ്റിൽ ബിയോണ്ട് അസ്.
But by working with the platform, we get not a very high budget, but we get enough budget to do what we want. If a car has to flip, then we have to find a way to make the car flip with some money that the platform has given. അത് ഫുൾ നമുക്ക് ആ കാർ ഫ്ലിപ്പ് ചെയ്യേണ്ട എക്സാക്ട് എമൗണ്ടും അല്ല, നമ്മൾ ഇന്ത്യയിൽ ചെയ്യുമ്പോഴത്തേക്കും കാർ ഫ്ലിപ്പ് ചെയ്യേണ്ട എമൗണ്ടും അല്ല. അപ്പോൾ വി ഗെറ്റ് സംതിങ് ഇൻ ബിറ്റ്വീൻ ആൻഡ് വിത്ത് ദാറ്റ് വി കുഡ് പുൾ ഓഫ് സോ മെനി തിങ്സ് എന്ന്. അപ്പോൾ അത് ഒരു എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഇന്ത്യ എക്സ്പീരിയൻസും ഓൾസോ എവറിത്തിങ് ഇസ് ഡ്രോൺ, എവറിത്തിങ് ഹാസ് എ സ്റ്റോറി ബോർഡ്, ദർ ഇസ് പ്രീവിയസ്, ദർ ഇസ് എൻ്റെ സ്റ്റണ്ട് ടീം ശ്രവൺ സത്യയുടെ പ്രീവിയസ് ഉണ്ട്. എനിക്ക് എൻ്റെ സിനിമാറ്റോഗ്രാഫി ടീം ഒഴിഞ്ഞ് ബാക്കി എല്ലാവരും എനിക്ക് ക്ലീൻലി പ്രീവിയസ് കാണിച്ചിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫി ടീം മൂഡ് ബോർഡാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം സോ ഓൾ ദീസ് തിങ്സ് ആർ ദേർ. മീൻ ഇതുവരെ ഞാൻ ചെയ്തതെല്ലാം ഒരു ഫണ്ട്, എനിക്കൊരു ഐഡിയ ഉണ്ട്, ആ ഐഡിയക്ക് ഒരു ഫണ്ട് വേണം. ആ ഫണ്ടിൻ്റെ ഒരു 20% 30% എനിക്ക് കിട്ടത്തുള്ളൂ. അത് വെച്ച് ഞാൻ ചെയ്യും. എനിക്ക് നിറയെ ഫണ്ട് വേണമെന്നുള്ള ഐഡിയാസുകളൊന്നും ആക്ച്വലി എനിക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൽ ആവാസ വ്യൂഹമൊക്കെ ഫണ്ട് വേണമെങ്കിൽ നമ്മളത് ഫണ്ട് വേണ്ടാത്ത രീതിയിലേക്കാണ് ആലോചിക്കുന്നത്. സോ അപ്പോൾ ദർ ആർ ലോട്ട് ഓഫ് പ്രോജക്ട്സ് ദാറ്റ് ഐ ഹാവ് റിട്ടൺ ബട്ട് ഐ കുഡ് നെവർ മേക്ക് ഇറ്റ് ബിക്കോസ് ഇറ്റ് റിക്വയർസ് എ ബിഗ് ബഡ്ജറ്റ്. And for a big budget, you need an A-lister star. And then you have to go and take dates from an A-lister star. And this process will be delayed. I've been making contents back to back. But this is the first time that I've got at least a decent amount to do direction. Film direction ചെയ്യാനൊരു ഡീസൻറ്റ് എന്ന് വെച്ചാൽ ശമ്പളമായിട്ടല്ല ഞാൻ പറയുന്നത്, പല ഡിപ്പാർട്ട്മെൻറ്റ്സുകളും ഒത്ത് വർക്ക് ചെയ്ത് വരുന്ന മോട്ടിവേറ്റഡ് ക്യാമറാസും മോട്ടിവേറ്റഡ് റിവീൽസും അതുപോലെ തന്നെ സ്പീൽബർഗിൻ്റെ എൽ ഷേപ്ഡ് ബ്ലോക്കിങ്ങും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് ചിപ്പ് ഷോട്ടിൽ നിന്ന് നേരെ താഴെ വന്നു, അതിൽ നിന്ന് നേരെ മാക്രോസിലോട്ട് വന്നു, ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യാൻ സാമ്പത്തികം വന്നപ്പോഴത്തേക്കും പറ്റിയ എന്ന് വെച്ചാൽ നോട്ട് വെരി സിംപ്ലി ഹൈ ബഡ്ജറ്റ് അല്ല, പക്ഷേ ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ കിട്ടിയപ്പോൾ സോ വി കുഡ് ക്രിയേറ്റ് ദിസ്. അതാണ് ഇതിന്റെ ഒരു സോ ദിസ് ഇസ് മൈ ഫസ്റ്റ് വർക്ക് ഇൻ ദാറ്റ് സ്കെയിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ഡീസന്റ് ഫണ്ട് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിന്റെ ഒരു സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷനിൽ നമ്മൾ ഫണ്ട് കുറയുമ്പോഴത്തേക്കും നമുക്ക് വിഷ്വൽ ലാംഗ്വേജും ആർട്ട് ലാംഗ്വേജും ആർട്ടിസ്റ്റ് ലാംഗ്വേജും എല്ലാം നമുക്ക് കുറച്ചുകൂടെ ലിമിറ്റ് ചെയ്ത് തന്നെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സംഘർഷഘടനയിൽ ഫൈറ്റ് അല്ലാതെ എല്ലാ സാധനങ്ങളും വി ഹവ് ഡൺ ഇറ്റ് in such a way that you don't have to change lighting. You can take at least 4 scenes a day and അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ ചിലപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ പിക്കു എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് അനൂപ് മോഹൻദാസ്, നമ്മുടെ പടക്കോണി ഡാൻസ് ചെയ്യുന്ന ദിവസമുള്ള ആൾക്കാർ ഇടയ്ക്കിടന്ന് ഡാൻസ് ചെയ്യുന്ന ദിവസം, അന്ന് പടക്കോണിയുടെ സീൻ എടുത്തു, പകല് ഡാൻസ് ചെയ്യുന്ന തുള്ളുന്ന സീൻ എടുത്തു, ദർശന ചായ കൊടുക്കുന്ന സീൻ എടുത്തു, അത് കഴിഞ്ഞു. പിന്നെ വൈകുന്നേരം അവര് അവിടെ ഇട്ട് പടക്കം പൊട്ടിക്കുന്ന ഒരു സീൻ എടുത്തു, കാറിൻ്റെ അകത്തിരുന്ന് സംസാരിക്കുന്നത്. ലൈക്ക് വി ടുക്ക് ഓൺലി 3 or 4 സീൻസ് ദാറ്റ് ഡേ. കാറിനകത്തുള്ളത് വേറെ ദിവസം എടുത്തേക്കുന്നത്. അപ്പം 2 സീൻസ് മാത്രം എടുത്തിട്ടുള്ളൂ. അപ്പം വിച്ച് മീൻസ് ആ സീനിൽ വർക്ക് ചെയ്യാൻ പറ്റും. യു ക്യാൻ ബ്രിങ് ഇൻ ഓൾ ദിസ് 300 പീപ്പിൾ ആൻഡ് ഈ 300 പീപ്പിളിനെ കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് പല മൂവ് ചെയ്യാൻ പറ്റും. ക്രൗഡ് മൂവ്മെന്റുകൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുറസോവയുടെ ഒക്കെ സിങ്ക്രണൈസ്ഡ് ക്രൗഡ് മൂവ്മെന്റിന്റെ ഒക്കെ ഒരു ഐഡിയ ഉണ്ടല്ലോ. അപ്പം അതൊക്കെ ഫിലിം സ്കൂളിലാകുമ്പോൾ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ലൈക്ക് വി നെവർ ഗെറ്റ് ഇറ്റ്. അപ്പം എവറിത്തിങ് ഈസ് മൂവിങ് ഇൻ ദ ഫ്രെയിം എന്ന് പറയുന്ന പോലത്തെ സാധനം. ലൈക്ക് എവറി ഫ്രെയിം പെയിന്റിംഗ് എന്ന് പറയുന്നൊരു വീഡിയോയിൽ ബ്രേക്ക് ഡൗൺ ചെയ്യില്ല. എവറിത്തിങ് ഈസ് മൂവിങ് ആൻഡ് ദെൻ ദർ ഇസ് സ്മോക്ക്, ദെൻ ദർ ഇസ് മിസ്റ്റ്, ദെൻ ദർ ഇസ് സൗണ്ട്. അപ്പം ആ നമ്മുടെ ഓഡിയൻസിനെ കൊണ്ട് അതിന് മധ്യത്തിൽ നിർത്തുന്ന പോലെ ആക്കാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നു പല വിഷ്വൽ ലാംഗ്വേജ് സാധനങ്ങളിലും ഇതിന് മുമ്പ് ഞാൻ ഇതേ ഒരു സാധനം അച്ചീവ് ചെയ്തത് ആവാസജീവിതത്തിലാണ്. അത് ഒട്ടും ബഡ്ജറ്റില്ലാതാണ് അച്ചീവ് ചെയ്തത്. പക്ഷെ ഇതിലാണെങ്കിൽ ആ സാധനത്തിന്റെ സ്കെയിലിൽ കൊണ്ടെത്തിക്കാൻ പറ്റി. ഉത്സവം സ്റ്റിൽ പറ്റിയില്ല, കാരണം എനിക്കൊരു ചെറിയ ഒരു ബാഡ് കിട്ടിയായിരുന്നു. എൻ്റെ ഒരു പ്രൊഡക്ഷൻ ടീമും എൻ്റെ പഴയ ഷോ റണ്ണറും അവരുടെയൊക്കെ കയ്യിൽ നിന്ന് എനിക്ക് കറക്റ്റ് നമ്പേഴ്സുകൾ കിട്ടിയില്ല ഇപ്രാവശ്യത്തെ. സോ ബൈ ദി എൻഡ് ഓഫ് ഉത്സവം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇവർ വളരെ സർപ്രൈസിങ് ആയിട്ട് വെരി ഇൻസെൻസിറ്റീവ് ആയിട്ട് പ്രൊഡക്ഷൻ ഇല്ല, പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞു. സോ ഒരു 8 days ഷൂട്ട് വി ഹാഡ് ടു ഡു ഇൻ 3 or 4 days. അപ്പോൾ ആ 4 days ചെയ്തു, അങ്ങനെയുള്ള എലിമെന്റ്സുകൾ മാറ്റിയും ചെയ്തു. എന്നിട്ട് അപ്പം നമുക്ക് വിഷന്റെ ഒരു 20% ലാസ്റ്റ് ഒരു 20 minutes അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. We were planning for that ever since this was written, that the Utsavam was supposed to be the magnanimous event. And ഇപ്പോൾ ആൾക്കാർക്ക് എവിടെയൊക്കെ ലാസ്റ്റ് എപ്പിസോഡ് ഒരു ചെറിയ ഇൻകംപ്ലീറ്റ് ആണ്, കഷ്ടമാണെന്നൊക്കെ തോന്നുന്നതിന് ലോട്ട് ഓഫ് ടീംസ് ആർ റെസ്പോൺസിബിൾ, നോട്ട് ജസ്റ്റ് മീ. അപ്പോൾ എനിക്ക് വിഷമമുണ്ട്.
But that is how filmmaking is. You have to deal with a lot of people who are not just aiming at cinema. They are also invested in the fame part, in the power part, in the ego part, money part. Yes. Yeah. അപ്പൊ അത് കാരണം also ഇച്ചിരി ഒന്ന് വീക്കായി. ഇച്ചിരി എന്ന് വെച്ചാൽ സ്ട്രോങ് ആണ്, സ്റ്റിൽ സ്ട്രോങ്സ്റ്റ് അല്ല. Let me come back to Pikkunde. ഞാൻ പിക്കുവിന് മെസ്സേജ് അയച്ചിരുന്നു. Like, the energy he is keeping, in playing those, and ഒരു കണ്ണ്, I mean, the prosthetic ചെയ്താലും കാണാമെന്ന് വെച്ചാലും, with maintaining all those things, it's very difficult, no? He is blind on one side. ഈ വെച്ചേക്കുന്ന സാധനത്തിൽ പുള്ളിക്ക് കാണാനും പറ്റില്ല. അപ്പൊ ഇത് ഫുൾ ഹാഫ് ഡേ ഒക്കെ ഇരിക്കുമ്പോഴേക്കും പുള്ളിക്ക് ഒരു സൈഡ് ഇരുട്ടുമാണ്. അപ്പൊ ദിസ് ബാലൻസിന്റെ ഇഷ്യൂസ് ഒക്കെ വരും. I think Pikku was one of my last casting for this series, and I think I've just found out how talented Pikku is. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും അല്ലെങ്കിൽ ഞാൻ ഇമാജിൻ ചെയ്തതിനെക്കാട്ടും Pikku ഒരു 200 times more talented ആയിരുന്നു. അപ്പൊ എനിക്ക് എൻ്റെ പല ജോക്സുകളും, റൈറ്റിങ്ങിലുള്ള ജോക്സും അല്ലാത്ത ജോക്സും അയാളുടെ റിതവും എല്ലാം കിട്ടി. അപ്പൊ ഇറ്റ്സ് വെരി റിവാർഡിങ് ടു വർക്ക് വിത്ത് സച്ച് എൻ ആർട്ടിസ്റ്റ്. ബിക്കോസ് ഓൾസോ പിക്കു ഇതിന്റെ മ്യൂസിക്കിലും നല്ല റോൾ ചെയ്തിട്ടുണ്ട്. സൂരജിന്റെയും വർക്കിനെയും കൂടെ പിക്കു പലതിലും പ്രോഗ്രാമർ ആയിരുന്നു. വേടന്റെ ചമയ സോങ്ങിൽ പുള്ളി കമ്പോസർ ആയിരുന്നു. അപ്പൊ ഓൾ ടുഗദർ പിക്കു ഹാസ് ഡൺ ലൈക്ക് സോ ഹാപ്പി ടു കൊളാബറേറ്റ് വിത്ത് പിക്കു. അവരൊക്കെ തിയേറ്ററിലും എക്സ്പേർട്സ് ആണ്, ലൈക് പിക്കു, ശാന്തി. സോ ഐ തിങ്ക് ദേ ഡിഡ് ദാറ്റ് വണ്ടർ ഇൻ ദ സ്ക്രീൻ ഓൾസോ. അതെ. ഐ തിങ്ക് ബൈ ബൈപാസ് തുടങ്ങിയിട്ടില്ല നമ്മൾ ഈ പരിപാടി തുടങ്ങുമ്പോഴത്തേക്കും. ബട്ട് സംഹൗ a lot of people in Bye Bye Bypass were also there in my series, and so that is good. I think the collaboration is sweet, and Shanti also a good performer, and understands the screenplay as a whole. സഞ്ജുവിനും ഈ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്ന ഐഡിയ ഉണ്ട്. സഞ്ജുവിനും പ്രശാന്തേട്ടനും ശ്രീനാഥിനും ഒക്കെ ജഗദീഷ് സാറിനൊക്കെ സ്ക്രീൻ പ്ലേയിൽ ഒരു സീനൊക്കെ വായിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ടൊണാലിറ്റി എന്താണെന്നുള്ള ഒരു ഡാറ്റാബേസ് അവരുടെ ബ്രെയിനിലുണ്ട്. അപ്പൊ അത് കാരണം അവർക്ക് അവരുടെ മീറ്റർ ഒക്കെ പിടിക്കാൻ എളുപ്പമാണ്. Darshana also, I mean, while talking about all this, I missed the name that even പുരുഷപ്രേതത്തിലാണെങ്കിലും so far കണ്ടിട്ടുള്ള ദർശന അല്ല, ഹിയർ രമണി ക്യാരക്ടറിന് അത്ര ആ ഒരു ഡെപ്ത് ഉണ്ട്. ആ ഒരു സംഭവം പുള്ളിക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ you brought her up. That's very nice. Thank you. I think Darshana is one of those actors who has so much potential. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഫിലിം മേക്കേഴ്സ് ആ ഒരു രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദർശനെ പോലുള്ള എല്ലാ ആക്ടേഴ്സിനും അവരുടെ ഒരു സൈഡ് ഡിസ്കവർ ചെയ്യണമെങ്കിൽ ഒരു ഫിലിം മേക്കർ ഒരു വർക്ക് ചെയ്ത ഫിലിം മേക്കറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് ആർട്ടിസ്റ്റിന്റെ സ്പേസുകൾ ഓപ്പൺ ആകുന്നത്. അപ്പോൾ അത് ഒരുപാട് ആർട്ടിസ്റ്റ് ഇതിൻ്റെ അകത്ത് അങ്ങനെ ചെയ്യാൻ പറ്റും. പ്രശാന്ത് അലക്സാണ്ടർ ആണെങ്കിൽ ഇത്രയും ആക്ഷനും ഇതൊക്കെ ചെയ്യുമെന്നുള്ളത്, ലൈക്ക് ആൻഡ് വിഷ്ണു അഗസ്ത്യയുടെ ഒരു റൊമാൻസും അറ്റ് ദ സെയിം ടൈം പുള്ളിയുടെ കൈവയ്യായ്മയും. ഈ പണ്ട് ഞാനൊക്കെ വളർന്ന സമയത്ത് നമ്മുടെ കവലയിലൊക്കെ ഉണ്ടായിരുന്ന ചേട്ടന്മാരെ എപ്പോഴും അടിച്ച് വിറ്റാരൊക്കെ നടക്കും, വേണമെങ്കിൽ ചുമ്മാ തടിയൊക്കെ വിളിക്കും. പിന്നെ പെട്ടെന്ന് വീട്ടിലൊരു പണി പറഞ്ഞാൽ വന്ന് നല്ല മര്യാദയ്ക്ക് നിന്ന് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ചേട്ടന്മാർ. അപ്പൊ അത് വിഷ്ണു അഗസ്ത്യ could play. We never, like nobody ever thought play that. Same with ഇപ്പൊ രാഹുൽ രാജഗോപാൽ ഒരു ക്ലീഷേ ക്യാരക്ടർ ഉണ്ട്. ഈ ക്ലീഷേ ക്യാരക്ടർ സെക്കൻഡ് സീസണിൽ ഭയങ്കര അൺഫോർഗിവബിൾ ഇതാവും. അപ്പൊ അങ്ങനെ പല ആൾക്കാരും ഇതിൻ്റെ അകത്ത് വന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒന്ന് പോ സാർ, നമ്മളങ്ങനെ ദർശനയുടെ ഞാൻ പറയുന്നത് വെച്ചാൽ ലൈക്ക് യു നീഡ് ഫിലിം മേക്കേഴ്സ് ടു ആക്ച്വലി ട്രസ്റ്റ് ദം വിത്ത് സംതിങ്. കാരണം കുളമാക്കി അവരുടെയും കൂടെ ചെയ്ത റെസ്പോൺസിബിലിറ്റി ആണല്ലോ. അപ്പൊ അവരെ കുളമാക്കൂല, ഉറപ്പല്ലേ. രാഹുൽ ഈ പറഞ്ഞ ക്ലീഷ ആണ് ക്യാരക്ടർ എന്ന് പറയാമെങ്കിലും the way he is presenting, we don't see Rahul anymore. ആ രീതിയിലാണ് പുള്ളിയുടെ ഈവൻ പ്രശാന്ത് ആണെങ്കിലും സഞ്ജു, ഓഫ് കോഴ്സ് സഞ്ജുവിനെ ഒരു ലീഡ് ആ ഒരു ഇതിൽ തുടക്കത്തിൽ കാണുമെങ്കിലും പിന്നെ ഹീസ് പാർട്ട് ഓഫ് ദി സിസ്റ്റം. ലൈക്ക് ഓഡിയൻസിനെ നടുക്ക് നിർത്തിക്കൊണ്ട് പ്ലേ ചെയ്യുന്ന രീതിയിലുള്ള സംഭവത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. സോ ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഈവൻ മൈത്രേൻ, ദാറ്റ് വാസ് എ സർപ്രൈസ്. അത് മൈത്രേൻ വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. എന്ന് ജഗദീഷ് സാറിനാണെങ്കിൽ ഒന്നും ലിറ്ററേച്ചറുമായിട്ട് നല്ല ബന്ധമുണ്ടല്ലോ. അപ്പൊ ജഗദീഷ് സാർ കുഡ് ഗിവ് മീ എക്സാമ്പിൾസ് ഓഫ്
അപ്പം ഞാൻ പറഞ്ഞു സാർ എനിക്ക് ഇയാൾ വീക്കെൻഡിനെ പോലെയാണ് ഇയാളുടെ ജോക്കുകൾ വരുന്നത്, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇയാൾ ഒരു പൈങ്കിളിയിൽ എഴുതുന്ന ഭാഷയും വരണം. നമ്മുടെ ഒരാൾക്ക് അത് എഴുതുകയാണ് മോഹൻലാൽ പ്ലേ ചെയ്ത ക്യാരക്ടർ പോലത്തെ റൈറ്റേഴ്സിന്റെ സാധനങ്ങൾ വേണം. അറ്റ് ദ സെയിം ടൈം വി ഷുഡ് ഓൾസോ നോ ദാറ്റ് ദിസ് പേഴ്സൺ ഈസ് ഇൻ കൺട്രോൾ ഓഫ് ഹിസ് വേർഡ്സ്. അതായത് ഇയാളെ ചൂസ് ചെയ്യണം. അപ്പം ഇയാളുടെ ബയസ് ഒക്കെ നമുക്ക് കാണിക്കാൻ പറ്റും. ഇപ്പം ജഗദീഷ് സാറിന് ഈ ഐബോൾ വെച്ചിട്ടുള്ള കുറേ കുട്ടി കുട്ടി പരിപാടികൾ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരൻ മൂഡ് അറഗൻ്റ് ആവും. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ വെറുതെ കോൺഫ്ലിക്റ്റ് ഒക്കെ കൊണ്ടുവരും. ചിലപ്പോൾ ദേഷ്യം വരും, ലിറ്ററേച്ചറിനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറിറ്റേഷൻ വരും. പിന്നെ കൂലിക്ക് എഴുതാൻ റെഡി ആയിട്ടിരിക്കും, പക്ഷെ കൂലിക്ക് എഴുതാൻ തുടങ്ങുമ്പോഴത്തേക്കും പുള്ളിക്ക് ഒരാളെ കൊന്നു എന്നൊക്കെ പറയുമ്പോൾ, ആദ്യത്തെ പ്രാവശ്യം കൊന്നു എന്ന് പറയുമ്പോൾ പുള്ളി ഭയങ്കര ഇത് ഫുഡൊക്കെ കഴിച്ച് കാഷ്വലായിട്ട് എടുക്കുന്നത്. എന്നുവെച്ചാൽ ഒരാളെ കൊന്നില്ലേ, ഈ കഞ്ഞി നമ്മൾ വിചാരിച്ചോളല്ലോ ഇതാന്ന് പറയാം. രണ്ടാമത്തെ പ്രാവശ്യം ആകുമ്പോഴത്തേക്കും പുള്ളിക്ക് ഇവരെല്ലാവരും കൂടെ ചേർന്ന് പ്ലോട്ട് ചെയ്ത് ഒരു വീട് കത്തിക്കാൻ പോയി ഒരാളെ കൊന്നു എന്ന് പറയുമ്പോൾ പുള്ളി പറയുന്നത് കൂലിക്കെഴുത്തുകാരനാണെങ്കിൽ അയാൾക്ക് മനസാക്ഷി ഉണ്ടെന്നൊക്കെ അതിലെത്തി. അത് സ്ക്രിപ്റ്റിലുള്ള സാധനമല്ല. ആ സ്ക്രിപ്റ്റിൽ മൈത്രേയൻ എഴുതാൻ മടിച്ചിരിക്കുന്നു, അപ്പം സാർ അങ്ങനെ എഴുതണം. അപ്പോൾ അയാൾ അത് എങ്ങനെ ശരിയാവും എന്നൊക്കെ ഉള്ളതാണ് പുള്ളി പറയുന്നത്. അപ്പം ഇല്ല, അപ്പം ജഗദീഷ് സാർ പറഞ്ഞു, instead of going abstract there, why can't we tell what is in his mind? And he is a character who has been talking like that for a long time. അപ്പം ഞാൻ പറഞ്ഞു സാർ ഒന്ന് പറഞ്ഞു നോക്കുമെന്ന് പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പം അതിൻ്റെ കൂടെ ശ്രീനാഥിൻ്റെ ഒരു പുച്ഛവും കൂടെ ഉണ്ട് അതിനോട്, ഒരു കൂലി. അപ്പം ഇത് രണ്ടും കൂടെ വരുമ്പോഴത്തേക്ക് എനിക്ക് ആ സീൻ ഇതിൻ്റെ അകത്ത് ഒരു പ്രീച്ച് അല്ലാത്തൊരു പരിപാടിയിൽ കൂടെ ഫണ്ണായിട്ടങ്ങ് പറഞ്ഞു. അപ്പോൾ ഐ എം ആൻഡ് വിത്ത് ജഗദീഷ് സാർ ഐ ബീൻ എക്സ്പ്ലോറിങ് ക്വൈറ്റ് എ ബിറ്റ് എന്നേ. കിളിവാലുകിലുങ്ങണ പോലെ നെഞ്ചിൽ താളം തുള്ളുമ്പോൾ മിനിമം ഇത്രയെങ്കിലും റൊമാൻസ് വേണം, എങ്കിലേ ഒരു കൊഴുപ്പുണ്ട്. ഐ തിങ്ക് ലൈക്ക് മൈ ഫ്രണ്ട് വിജയ് സെഡ്, ദ മോസ്റ്റ് എൻ്റെയും സാറിൻ്റെയും കൊളാബറേഷനാണ് മോസ്റ്റ് എക്സൈറ്റിംഗ് കൊളാബറേഷൻ എന്ന് എൻ്റെ ഫ്രണ്ട് വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ഇപ്പോ ലേറ്റ്ലി വരുന്ന പല സാധനങ്ങളും അൺബിലീവബിൾ ആണ്. ആസ് എ ഹ്യൂമൻ ഓൾസോ ഹി ഈസ് വെരി ലവബിൾ, ഐ തിങ്ക്. അതെ, and I think that's also got to do with how he looks at the world and looks at cinema. I think ഞാൻ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് ഉള്ള എൻ്റെ ഇൻട്രാക്ഷനിൽ എനിക്ക് ഭയങ്കര നല്ലൊരു ഹ്യൂമൻ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതിന് മുമ്പത്തെ കാര്യം എനിക്ക് അറിയത്തില്ല, ഞാൻ അതിന് മുമ്പ് ടി വിയിൽ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അപ്പോഴും എനിക്ക് തോന്നുന്നു he has been like this forever. I am pretty sure. And also very smart, and റൂം റീഡിങ്ങിനുള്ള സ്കിൽസ് ഒക്കെ ഭയങ്കര ഹൈ ആണ്. സത്യത്തിൽ ഒരു ഏജ് കഴിയുമ്പോഴത്തേക്ക് ഈ റൂം റീഡിങ് സ്കിൽസ് ഒക്കെ ആൾക്കാരുടെ പോകുമല്ലോ, എന്നിട്ട് ദേ ബിക്കം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ ദ റൂം ബിക്കോസ് ദേ ആർ എ സീനിയർ. അപ്പം ഓൾദോ ജഗദീഷ് സർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ ദ റൂം, ഹിസ് എബിലിറ്റി ടു മേക്ക് us feel that you are also equal and you are also important, even though some are equal and some are more equal than some are less equal എന്നൊക്കെ പറയുന്ന പോലെ. അപ്പം പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒരു ഐഡന്റിറ്റിക്ക് റെസ്പെക്റ്റും വോയിസും ആൾക്കാരുടെ സജഷൻസ് കേൾക്കുന്നതും അതൊക്കെ ചെയ്യാം. അപ്പം നമുക്ക് അങ്ങനെ ഒരു എമ്പത്തിയുടെ ഇന്റലിജൻസ് ഉള്ളൊരു ആക്ടറോട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും പല പുതിയ സാധനങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഞാൻ എഴുതിയ മൈത്രേനാണോ ഈ മൈത്രേൻ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പൊന്നുമില്ല, പക്ഷെ എനിക്ക് ഈ മൈത്രേനാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മൾ എഴുതുമ്പോഴത്തേക്ക് എല്ലാം ഒന്നും പൂർണ്ണ രൂപമൊന്നും കാണത്തില്ല. എനിക്ക് തോന്നുന്നു ചില വലിയ കുറച്ച് അങ്ങനത്തെ എക്സ്ട്രീംലി ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് കാണും, അല്ലെങ്കിൽ ചിലരത് ആ കാണുന്ന കള്ളമൊക്കെ പറയും, എന്നിട്ട് ഇവോൾവ് ആവുന്ന സാധനത്തിന്റെ ഓണർഷിപ്പ് എടുക്കുക. അതാണ് ബേസിക്കലി ഫിലിം മേക്കേഴ്സ് ചെയ്യുന്നത്. അപ്പം ഇതും അതേപോലെയൊക്കെ തന്നെ. ഇതിന്റെ ഓണർഷിപ്പ് എനിക്ക് കിട്ടി, പക്ഷെ ഇതിന്റെ ഓണർ ഞാനും അല്ല, ഇതിന്റെ ഓണർ ജഗദീഷ് സാറും അല്ല. ഇതിന്റെ ഓണർ പ്രോസസ്സാണ്. ഇതിന്റെ ഓണർ ഫ്ലോ എന്ന് വെച്ചാൽ ഫ്ലോ ആണ് ഇതിന്റെ ഓണർ. ഇതിപ്പോ കുറച്ച് സമയമായല്ലോ, ലൈക് സോണി ആൻഡ് യു കൊളാബറേറ്റഡ് ടു മേക്ക് ദിസ്, സോ ഇറ്റ് ഇസ് ഓൾറെഡി ഫണ്ടഡ്. So ഈ സിസ്റ്റം മാറിയോ ഇപ്പോ? ലൈക്ക് OTT has become more stringent in ചിലവാക്കാനും. It has. എന്ന് വെച്ചാൽ so with the history of I'll go to the history. This idea started in 2013-14. I wrote the first 2 episodes in 2015 and started pitching to a lot of platforms like Telugu platforms pitch ചെയ്തു, പലർക്കും പിച്ച് ചെയ്തു. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു സീരീസ് ചെയ്ത് Z5 വിറ്റായിരുന്നു. അപ്പം Z5 വന്നു. പക്ഷേ ഇതിൻ്റെ സ്കെയിലും സ്കോപ്പും ഇതിൻ്റെ ഓൾസോ മെറ്റീരിയലും ആൾക്കാർക്ക് ഭയങ്കര സ്ട്രെയിഞ്ച് എന്നല്ല, ദേ ഫെൽറ്റ് ദാറ്റ് മലയാളത്തിൽ ഇത് വർക്ക് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. ദൈവം സഹായിച്ച് ആ സമയത്ത് ഈ ഐഡിയ വന്ന സമയത്ത് ഗാങ്സ് ഓഫ് വസൈപൂർ ഒക്കെ കണ്ടു. അപ്പോൾ ഗാങ്സ് ഓഫ് വസൈപൂർ കണ്ടപ്പോഴേക്കും നമുക്കും ഇതേപോലത്തെ ഒരു പരിപാടി നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ വന്നു. Also, when I saw in 2016, I guess, 17, I'm not sure, 17 ഞാൻ അങ്കമാലി ഡയറക്ടറോടെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മ്യൂസിക് ഒക്കെ വെച്ച് കുറെ പ്ലേഫുൾ ആകാൻ പറ്റുന്നു. കാരണം സ്നേഹ ഖണ്ഡ്വാൽക്കർ ഇതിൽ ചെയ്തേക്കുന്ന തന്നെ ഏതാണ് ഗാങ്സ് ഓഫ് വസൈപൂരിൽ ചെയ്തേക്കുന്ന ആ കോൺസെപ്റ്റ് പോലത്തെ കോൺസെപ്റ്റുകളും
ലോക്കലൈസ് ചെയ്യുന്ന കോൺസെപ്റ്റുകളൊക്കെ ഇതിലും ചെയ്തിട്ടുണ്ട്. അങ്കമാലി ഡയറീസും ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ മലയാളി ആയതുകൊണ്ട് അങ്കമാലി ഡയറീസ് ഇസ് പ്രോബ്ലി ഐ തിങ്ക് ഫോർ മീ ദി ബെസ്റ്റ് ഗാങ്സ്റ്റർ പരിപാടി ദാറ്റ് കെയിം ഔട്ട് ഇൻ എ ലോങ് ടൈം. ഓൾസോ ഇൻ ബിറ്റ്വീൻ ഐ സോ അനദർ മൂവി കോൾഡ് മിറൂത്തിയ ഗാങ്സ്റ്റേഴ്സ്. അനുരാഗ് കശ്യപ് പ്രസന്റ് ചെയ്ത ഒരു ഗാങ്സ്റ്റർ ഫിലിമാണ്. മിറൂത്തിയ ഗാങ്സ്റ്റേഴ്സ് ഓൾസോ ഫൺ കേട്ടോ, ലൈക്ക് റിയലി ഹിലേറിയസ്. പക്ഷേ മിറൂത്തിയ ഗാങ്സ്റ്ററിൽ സംടൈംസ് ദ ക്യാരക്ടേഴ്സ് ആർ സ്റ്റുപ്പിഡ്. ഇപ്പോൾ എൻ്റെ ക്യാരക്ടേഴ്സ് ഇപ്പം ഈവൻ ദോ സം റിവ്യൂവേഴ്സ് ഐ റെഡ് ഇൻ സം റിവ്യൂസ് ദാറ്റ് ഇവർ മണ്ടം വരുന്നത്, മൈ ക്യാരക്ടേഴ്സ് ആർ നോട്ട് സ്റ്റുപ്പിഡ് അറ്റ് ഓൾ. Like they end up doing things which we show from a perspective which looks like they're stupid. And എൻ്റെ ഐ ആണ് ഇത് അവരുടെ these gangsters, the second level, third level എന്ന് പറയുന്ന രീതിയിലുള്ള ആളുകൾ, you are anyway it is explaining in the beginning like they are പാലിനെയും പൂവിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ബിസിനസ്. സോ അത് that thought itself is like, you know, നമ്മുടെ സാധാരണ ഇതിൽ നോക്കുമ്പോൾ ഇത് എത്രത്തോളം, പക്ഷെ ദ വേ അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരുന്ന ഓപ്ഷന്റെ സംഭവം ഇതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ദിസ് മസ്റ്റ് ബി ദാറ്റ് സ്കെയിൽ എന്ന് പറയുന്ന രീതിയിൽ കൊണ്ടുവരുമ്പോൾ തന്നെ ആ മണ്ടൻ തോട്ട് ഇസ് ഗോൺ ആൻഡ് യു ആർ ബ്രിങ്ങിങ് ദാറ്റ് റിയാലിറ്റി ദർ. 12,50,000 ടെൻഡർ തുടങ്ങി പുഷ്പാർച്ചന ഫുള്ള് ലോബിയിങ് ആണ്. 18 ലക്ഷം പണക്കാർക്കുള്ള പെട്ടി നിറയെ കാശ്, പാവപ്പെട്ടവൻ അതെടുക്കാൻ പോകും. അതിലൊരു ചെറിയ സോഷ്യലിസം ഇല്ലാതില്ല. ഇത് അവരുടെ അതുപോലെ തന്നെ നമ്മുടെ ഈ ലോബിയിങ് എപ്പോഴും ഈ ഡെവലപ്പിംഗ് കൺട്രീസിൽ നടക്കുന്ന സാധനങ്ങൾ ബേസിക് ഗുഡ്സിലും FMCGസിലുമാണ് ലോബിയിങ് നടക്കുന്നത്. അത് ഡെവലപ്പിംഗ് കൺട്രീസിന്റെ ഒരു സ്ഥിരം സംഭവമാണ്. അപ്പൊ നമ്മള് സിനിമയിൽ നമ്മൾ ഈ മാച്ചോയിസത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ഗൺ സ്മഗിൾ ചെയ്യുന്നതും സ്പിരിറ്റ് സ്മഗിൾ ചെയ്യുന്നതും ഒക്കെ കാണിക്കുന്നത്. പക്ഷെ സ്പിരിറ്റിലോട്ട് കയറാൻ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് തന്നെ ഭയങ്കര ഹൈ ആണ്, അല്ലെങ്കിൽ സ്പിരിറ്റ് സ്മഗ്ലിംഗ്. അപ്പൊ എനിക്ക് ഇതിന്റെ റിസർച്ച് ചെയ്യുമ്പോൾ പല മീറ്റ് ചെയ്ത ആൾക്കാർക്കും അവർക്ക് പുഷ് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡ്രഗ് പുഷ് ചെയ്യണമെന്നും അതൊക്കെ ചെയ്താൽ ചെയ്യാൻ പറ്റും, അവർക്ക് അങ്ങനത്തെ എത്തിക്സ് ഒന്നും. പക്ഷേ ദ പ്രോബ്ലം ഇസ് യു നീഡ് എ ലോട്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ടു ഗെറ്റ് ദോസ് റിട്ടേൺസ്. ഭയങ്കര താഴേക്കിടെന്ന് വരുന്ന ആൾക്കാർക്ക് ആകെ ഉള്ളത് അവരുടെ ബോഡി മാത്രമാണ്. അവരുടെ ബോഡി അണ്ടൈങ് സ്പിരിറ്റ് മാത്രമാണ്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിക്കറ്റ് ബ്ലാക്കിന് വിൽക്കാൻ പറ്റും, കാണിക്ക് വഞ്ചിന്ന് മോട്ടിക്കാൻ പറ്റും, പിന്നെ ആൾക്കാരെ വിരട്ടിയിട്ട് അവരുടെ സാധനങ്ങൾ മേടിക്കാൻ പറ്റും. പേരെക്കൂട്ടം ചെയ്യുന്നതല്ല, ചേട്ടാ കുമ്പള വിരട്ടി മേടിക്കട്ടാ എന്ന് ചോദിക്കില്ല, അതുപോലെ വിരട്ടി മേടിക്കാൻ പറ്റും. ചെറിയ ചെറിയ ഒത്തുതീർപ്പുകൾ ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അല്ല, ഞാൻ ഇത് കൂടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എനിക്ക് തോന്നിയത് നല്ല സൗണ്ട് സിസ്റ്റവും വലിയ സ്ക്രീനൊക്കെ ഉള്ള ഹോം തിയേറ്ററൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ വിഷ്വലി ആൻഡ് ടോക്കിംഗ് അബൌട്ട് ദാറ്റ് മ്യൂസിക് പാർട്ട്, every episode has that wonderful music. ഞാൻ അതും ആലോചിച്ചു, നിങ്ങളത് പ്രിവ്യൂ കാണിച്ച ഇതുപോലെ എവിടെയെങ്കിലും ഇത് സ്ക്രീൻ ചെയ്യാനായിട്ട് എക്സ്ക്ലൂസീവ് സ്ക്രീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൈ ബൈപാസിനൊക്കെ ആളുകൾ തിങ്ങിക്കൊണ്ടുപോലെ they might come and like one day you know sit and watch it. They might also not. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സംഭവം everybody is not, a lot of people are not film lovers, they are just consumers. അപ്പം അവരിത് അങ്ങനെ ഇതിന്റെ ലൈക്ക് നമ്മൾ ഇപ്പോൾ ഡ്യൂൺ കാണുന്നത് നമ്മൾ പ്രോപ്പർലി ഐമാക്സിൽ ആ രീതിയിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഡ്യൂണോ അല്ലെങ്കിൽ ഈവൻ ഡൺകൊക്കെ നമ്മൾ ആ ലെവലിൽ കണ്ടാലേ നമുക്ക് ഇഷ്ടപ്പെടുത്തുള്ളൂ. പക്ഷെ നമ്മൾ ഫോണിൽ അതിന്റെ ടെലഗ്രാം പ്രിന്റ് എടുത്തിട്ട് ഒക്കെ കാണും. അപ്പം എന്നിട്ട് നമുക്ക് ബേസിക്കലി കഥ എന്ന് പറയുന്ന ഒരു സാധനം അല്ലെങ്കിൽ അതിന്റെ ഒരു സീക്വൻസ് മനസ്സിലാക്കുന്നതാണ് ഇവിടുത്തെ കൺസ്യൂമേഴ്സിന്റെ ഒരു മെയിൻ ഐഡിയ. അല്ലാതെ ഈ സിനിമ ആസ് എ ഹോൾ എക്സ്പീരിയൻസ് ഒന്നും ചിന്തിക്കുന്ന ഒരു വളരെ കുറച്ച് ക്രൗഡേ കാണത്തുള്ളൂ. ആ ക്രൗഡ് എന്തായാലും ഇത് ആ രീതിയിൽ തന്നെ കാണും. അപ്പോൾ പിന്നെ ഇത് ഫോണിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ എക്സൈറ്റ്മെന്റ് കുറയുന്നത്. കാരണം നമ്മുടെ വൈഡ്സ് ഒക്കെ ഉണ്ടല്ലോ, ഒരുപാട് വൈഡുകളും ലൈക്ക് ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ് ഇൻ വൈഡ്. അപ്പോൾ മിനിമം ഒരു TV എങ്കിലും ഇല്ലെങ്കിൽ ഇറ്റ്സ് എ വെരി ടൈനി പീപ്പിൾ ഓൺ സ്ക്രീൻ, ജസ്റ്റ് ദിസ് മച്ച്. അപ്പോൾ ഇവരുടെ ഈ ഡയലോഗിന്റെ വലിപ്പവും ത്രോയും ഒന്നും കിട്ടത്തില്ല. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അത് എക്സ്പീരിയൻസ് വൈസ് ബോറടിക്കും. അപ്പോൾ ഫോണിൽ വരുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ കുറെ കൂടെ ക്ലോസപ്സുകളിലോട്ടും പുതിയ മീഡിയത്തിന്റെ, അതായത് ഇത് പറയുമല്ലോ ആസ്പെക്ട് റേഷ്യോ 2:1 യൂണിവേഴ്സും ആസ്പെക്ട് റേഷ്യോയിൽ വരുമ്പോഴത്തേക്കും ക്ലോസപ്സുകളൊക്കെ കുറച്ചുകൂടി ന്യൂസ് ക്ലോസപ്സുകൾ വേണമെന്നൊക്കെ പറഞ്ഞ് അത് കുറച്ചൊന്നും ഇതിൽ കട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വേണ്ട, നമുക്ക് ഇതിങ്ങനെ ചെയ്യാൻ പറ്റില്ല. വി ക്യാൻ ഷോ ആർട്ട് വർക്കും ബാക്കിലത്തെ അങ്ങ് ദൂരെ മലയൊക്കെ നമ്മൾ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിക്കാൻ പറ്റുമ്പോഴത്തേക്കും അങ്ങനെ യൂസ് ചെയ്യണം. അതായത് everybody will not get that ഇത്. പക്ഷെ still if you watch on TV with a genuine TV sound system and a good sound bar maybe, or if you watch on laptop with headphones or a decent 1,200 രൂപയുടെ ബോട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള
വെച്ചാൽ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇതിന്റെ സൗണ്ട് കിട്ടും. അതിന്റെ സൗണ്ട് മ്യൂസിക് ഡയറക്ടർ വർക്കിയും അതിന്റെ സൗണ്ട് ഡിസൈൻ പ്രശാന്ത് മേനോനും ദേ മെയ്ഡ് ഷുവർ ദാറ്റ് ഇത് സ്റ്റീരിയോ ആയിട്ട് പ്ലേ ചെയ്യുമ്പോൾ നല്ലതായിരിക്കും എന്ന്. ഓൾസോ ഐ വുഡ് ലവ് ടു താങ്ക് സൂരജ് സന്തോഷ്. കാരണം സൂരജിനെ ഈ പ്രോജക്റ്റിലോട്ട് വിളിച്ചു, സൂരജ് വന്നു, സൂരജ് സ്റ്റാർട്ടഡ് വർക്കിംഗ് ഓൺ ഇറ്റ്, ഹി ബോട്ട് ഇൻ വർക്കി ആൻഡ് ദെൻ സൂരജ് ആൻഡ് വർക്കി കോൺട്രിബ്യൂട്ടഡ് ടു ഇറ്റ്. വർക്കി ഇതിന്റെ ഒരു ഫുൾ കൊഹീസീവ്നെസ് വർക്ക് ചെയ്തെങ്കിൽ സൂരജ് ഇതിന്റെ ഫുൾ ഒരു എക്സ്പെരിമെന്റേഷനും ന്യൂ സൗണ്ട് സ്കേപ്സും ഒക്കെ വർക്ക് ചെയ്ത് അങ്ങനെ അവര് they've taken this series to a level which I imagined but I never thought I would achieve. അപ്പോൾ എനിക്ക് അതുകൊണ്ട് their department has I think is as strong as my department. അതെനിക്ക് അറിയാൻ പറ്റി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് സഡൻലി ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റും അതിൻ്റെ മീതെ തന്നെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റും അതിൻ്റെ കൂടെ തന്നെ ഗ്രേഡിങ് ആൻഡ് പോസ്റ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും ഇപ്പോൾ ഉണ്ട്. സിനിമാറ്റോഗ്രഫി ഡിപ്പാർട്ട്മെന്റ് ഒരു ഇത്തിരി കൂടെ ബാക്കിലാണ്. ആർട്ട് ഡിപ്പാർട്ട്മെന്റ് സിനിമാറ്റോഗ്രഫി ഡിപ്പാർട്ട്മെന്റ് കൂടെയാണ്. പക്ഷെ സ്റ്റിൽ സിനിമാറ്റോഗ്രഫി ഡിപ്പാർട്ട്മെന്റിൽ വിഷ്ണു പ്രഭു ഒക്കെ എൻ്റെ മെയിൻ DOP ഒക്കെ ലൈക്ക് ഹാർഡ് വർക്ക് ചെയ്ത് മരിച്ചു. ലൈക്ക് ആൻഡ് ഐ സോ ഇനിയുള്ള വിഷ്ണുവിൻ്റെ അടുത്തുള്ള കൊളാബറേഷൻസിലും ഗുഡ് തിങ് ഇസ് ദാറ്റ് എനിക്ക് ഡെഡ് ലൈൻസ് വിഷ്ണുവിൻ്റെ കൂടെ പെട്ടെന്ന് മാച്ച് ചെയ്യാൻ പറ്റും. ടൈം ലൈൻസും ലൈക്ക് 8:30 ഷോട്ട് തീർക്കണം, 9:30 ലൈറ്റിംഗ് വേണം. ആൻഡ് ലൈറ്റിംഗ് 1.5 മണിക്കൂറേ ഉള്ളൂ, എങ്ങനെയാലും 1.5 മണിക്കൂർ ലൈറ്റിംഗ് വേണം. അപ്പം വിഷ്ണു ആണെങ്കിൽ ഈ ചെറിയ ചേഞ്ചസിൽ ഫിഡ്ജറ്റ് ചെയ്തുകൊണ്ടിരിക്കത്തില്ല. വെൻ വി ആർ റെഡി ഹീസ് റെഡി. ഇതൊരു ട്രയാങ്കിൾ ആണ്. ടൈം, മണി, പിന്നെ എഫേർട്ടിന്റെ ട്രയാങ്കിൾ ആണ്. അപ്പം ആ ട്രയാങ്കിൾ വെച്ചിട്ടാണ് വിഷ്ണു വർക്ക് ചെയ്യുന്നത്. കുറച്ച് അതുകൊണ്ട് വിഷ്ണുവിനോട് വർക്ക് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഓൾസോ ഇത് സ്വീറ്റ് ഹാർട്ട് ആൻഡ് എ ഗുഡ് ഫ്രണ്ട് ഫ്രം എ ലോങ് ടൈം. അപ്പം കമ്മ്യൂണിക്കേഷൻ ഇസ് സൂപ്പർ സിമ്പിൾ. ഞാൻ പറഞ്ഞ മ്യൂസിക്കിനെ ഞാനിവിടെ സിനിമാറ്റോഗ്രഫി കൂടെ പറഞ്ഞാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റ് സൈസ് ആർട്ടും ലൈക്ക് വെൻ യു സ്പീക്ക് അബൌട്ട് ദി ആർട്ട് ഡയറക്ഷൻ ബൈ ഹംസ, we had just 10 days to change from fully ഓലമടഞ്ഞ വീട് to asbestos sheet to concrete. We have just ഇതിൻ്റെ ഇടയിൽ എല്ലാം കൂടെ 15 days കിട്ടത്തുള്ളൂ. നമ്മൾ ആദ്യത്തെ 15 days കോളനിയിൽ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ഇത് ഫുള്ളും മാറി, റോഡിൽ ടാറ് വരണം, അങ്ങനെ അവർ ഭയങ്കരമായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹംസ ഹാസ് ഓൾസോ ഡൺ എ കമൻഡബിൾ ജോബ് ഇൻ ദിസ് സ്കെയിൽ ഫോർ ദിസ് പ്രോജക്റ്റ്. ഗ്രേറ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വിൽ വൈൻഡ് അപ്പ് ഫോർ നൗ. കാണാത്തത് കാണണതെന്റെ പ്രേമമതി നീ നോക്കണത്. കാണാതൊക്കെ എങ്ങനെയാടേ പ്രേമമൊക്കെ വരണത്? അണ്ണാ അതാണ് എഴുത്തിന്റെ ശക്തി.